ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ടൂർ ഗൈഡാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇസ്താൻബുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ അല്ല, ഏകദേശം ഉച്ചയായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലേറ്റ് ആയല്ലോ, ഏകദേശം 2 മണിയായി ഇന്നലെ കിടന്നപ്പോൾ. 9:30 ആയി. എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡിയായി വന്നപ്പോൾ ഇന്നെന്തായാലും പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലക്കിലി വെതർ നല്ലതാണ്, അത്യാവശ്യം സണ്ണിയാണ്. ഇവിടെ എനിക്ക് 5:30 മണി ഒക്കെ ആവുന്നുണ്ട് സൺസെറ്റ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി വരെയൊക്കെ വെളിച്ചുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മെയിൻ അട്രാക്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ മെട്രോ പിടിച്ചിട്ട് പോകാനാണ് വിചാരിക്കണത്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള പ്ലേസ് ആയതുകൊണ്ട് ക്യാബ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേസ് ആവും. പിന്നെ ഈ ഇസ്താൻബുളിൽ നമ്മൾ വായിച്ചിടത്തോളം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് വളരെ നല്ലതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ട്രാം, ട്രെയിൻ അല്ലെങ്കിൽ പബ്ലിക് ബസ്സുകളെല്ലാം. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം സിറ്റിക്കകത്തായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ അത് റീചാർജ് ചെയ്താൽ മതി. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് എല്ലാതെങ്കിലും ട്രാവൽ ചെയ്യാൻ റീചാർജ് ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പൊ നടക്കണത് അതെ, ഇപ്പൊ നടക്കണത് വളരെ എന്താ പറയാ, ഒരു ഭയങ്കര താഴേക്കൊരു സ്ലോപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ 2 ബിൽഡിങ്സിന്റെ ഇടയിലൂടെയുള്ള എന്താ ബാക്കിലൊക്കെ കാണാം, താഴെ 2 സൈഡിലും കടകളൊക്കെ ആയിട്ട്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു തന്നൊരു ഷോർട്ട് കട്ടാണ്. ഇവിടെ ട്രാമും മെട്രോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കൂടി ഒറ്റ കാർഡ് മതി. ആ കാർഡ് എടുക്കാനുള്ള കിയോസ്ക് അതായത് മെട്രോ സ്റ്റേഷൻസിലും ട്രാം സ്റ്റേഷൻസിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് എടുക്കാനുള്ള ഒരു പ്രൊസീജിയറാണ് ഇവർ 2 പേരും ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൈസ അതിൽ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്താൽ മതി. ആഹാ, കിട്ടിയല്ല, അടിപൊളി. സോ ഇതാണ് ട്രാവൽ കാർഡ്. ഇനി നമുക്ക് എത്രയാണ് പൈസ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഓൺലൈനിലായിട്ട് ടോപ്പപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ ഇറങ്ങിയത് സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ അല്ലേ. ഇവിടെ ഉള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന വേറൊരു മോസ്ക് ഉണ്ട്. പിന്നെ ഈ പരിസരത്ത് തന്നെയാന്ന് തോന്നുന്നു നമ്മുടെ തൊഫ്കാഫി ബ്ലൂ മോസ്ക്. 2ഉം ഏകദേശം കാണാൻ ഒരുപോലെ ഉണ്ട്. കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഐസ്ക്രീം കൊടുക്കാതെ. മാളിന് മേടിക്കണ്ടേത്? അതെ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. പറ്റിച്ച് അവസാനം ഐസ്ക്രീം മേടിക്കാം നമുക്ക്. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് 2-3 മിനിറ്റ് നടന്നപ്പോഴേക്കും ഹഗിയ സോഫിയ എന്ന ഗ്രാൻഡ് മോസ്കിൻ്റെ മുന്നിലേക്ക് ഞങ്ങളെത്തി. മോസ്കിനകത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ചൂസ് ചെയ്തത് ഓൺലൈൻ ടിക്കറ്റാണ്. അത് ഓവർ ദ കൗണ്ടർ ടിക്കറ്റിനേക്കാളും കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി. ഹോളിഡേ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ സ്ഥലങ്ങൾ കാണാനും മറ്റും വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ക്രൗഡായിരുന്നു. ആക്ച്വലി ക്യാമറ ട്രൈപോഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവിടെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും പറ്റില്ല എന്നാണ് വിചാരിച്ചത്.
പിന്നെ വേറെ ഒരു റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ തലയിൽ സ്കാർഫ് ധരിച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നുമില്ല, പക്ഷെ മോഡറേറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കണം. ഈ ഹഗിയ സോഫിയ മോസ്ക് ഒരു 5th സെഞ്ച്വറി കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ആൻഡ് ഏറ്റവും തുടക്കത്തിൽ ഇതൊരു ചർച്ചായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒട്ടോമൻ ഭരണകാലത്ത് അവരിതിനെ മോസ്കാക്കി. അതിനുശേഷം അതൊരു മ്യൂസിയമായി. ആൻഡ് 2020 വീണ്ടും ഇതിനെ ഒരു മോസ്കാക്കി ക്ലാസിഫൈ ചെയ്തത്. ഈ മോസ്കിൻ്റെ ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞാൽ അൺബിലീവബിൾ ആണ് കേട്ടോ. ഇത്രയും വലിയ ഡോമുകളും അത് എല്ലായിടത്തും മാർബിളിൻ്റെ യൂസ്, അതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതിട്ടുണ്ടാവുക എന്നുള്ളത് അത്ഭുതപ്പെട്ടു പോവും നമ്മൾ. ആദ്യം ഇത് ചർച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ ജീസസ് ക്രൈസ്റ്റിൻ്റെയും മദർ മേരിയുടെ ഒക്കെ പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹഗിയ സോഫിയ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ബ്ലൂ മോസ്ക്. ഒരു ഭാഗത്ത് ഇവിടുത്തെ ബിലീഫുള്ള ആൾക്കാർ വന്നിട്ട് പ്രെയറും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടേക്ക് നമുക്ക് അലൗഡ് അല്ല. നമുക്കിങ്ങനെ മുകളിലൊരു ഗാലറി പോലെ, ഒരു വ്യൂയിങ് ഗാലറി പോലെ ഉണ്ട്. അവിടെ വിസിറ്റേഴ്സിനൊക്കെ വന്നിട്ട് ഉള്ളിലൊക്കെ വ്യൂ ചെയ്യാം. ഈ ബണ്ണ് കുറേ സ്ഥലത്തായി കാണുന്നു. അപ്പോൾ എന്താണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം മേടിച്ചു. ഞങ്ങൾ ആക്ച്വലി ക്യാഷ് ക്യാരി ചെയ്തില്ല. എല്ലായിടത്തും കാർഡ് അക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ലോക്കൽ ഷോപ്പിൽ ഐ തിങ്ക് എല്ലാവരും ഒന്നും കാർഡ് വെക്കില്ല. അപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് കാർഡ് എടുക്കുക ചോദിച്ചപ്പോൾ അവരില്ല പറഞ്ഞു. അവർ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, നിങ്ങളെടുത്തോ, ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. എന്താ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പൊതുവെ കേട്ടിട്ടുണ്ട്. അതെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുതരാം. അപ്പോൾ ഇല്ല അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് തന്നു. എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ്? അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, ന്യൂട്ടല്ല പോലെ. ബ്ലൂ മോസ്ക് അല്ലെങ്കിൽ ദ സുൽത്താൻ അഹമ്മദ് മോസ്ക്. ഇത് ഹഗിയ സോഫിയയുടെ നേരെ എതിർവശത്താണ് ഈ ബ്ലൂ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. 16th സെഞ്ച്വറിയിലാണ് സുൽത്താൻ അഹമ്മദ് ബ്ലൂ മോസ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹഗിയ സോഫിയയുമായി ഏകദേശം രൂപസാദൃശ്യം ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ആർക്കിടെക്ചറൽ ബ്യൂട്ടി പിന്നെ പറയേണ്ട കാര്യമില്ല, അത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ 2 മോസ്കും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പലയിടത്തും ബ്ലൂ കളറിൻ്റെ ഒരുപാട് ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ബ്ലൂ മോസ്ക് എന്ന പേര് വരുന്നത്. ബ്ലൂ മോസ്കിലേക്ക് എൻട്രി ഫ്രീ ആണ്. ഇവിടെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഷൂസ് എല്ലാം അഴിച്ചു വെക്കണം. ആൻഡ് അഗെയിൻ നമ്മൾ ഹെഡ് കവർ ചെയ്യണം സ്കാർഫ് വെച്ചിട്ട്. അങ്ങനെ മോസ്ക് 2ഉം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് തേടിയുള്ള യാത്രയായിരുന്നു. സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് കണ്ടു ഞങ്ങൾ. 2 സൈഡും ഇഷ്ടം പോലെ ഹോട്ടൽസും. എല്ലാ ഹോട്ടൽസിൻ്റെ മുന്നിലും ആളുകൾ അതേ കാണുന്ന പോലെ നമ്മളെ വിളിച്ച് മെനു എല്ലാം കാണിച്ച് നമ്മളെ ഒരുപാട് കൺവിൻസ് ചെയ്ത് വരൂ, അകത്ത് വരൂ, ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കൂ എന്നൊക്കെ ഒരുപാട് ഓഫർ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സും അവരുടെ ഫുഡ് മെനു ഒക്കെ നോക്കിയതിന് ശേഷം ഒരെണ്ണത്തിൽ ഞങ്ങൾ കയറിയിരുന്നു. പതിവ് പോലെ ആദ്യം ഓർഡർ ചെയ്തത് 2 ടർക്കിഷ് ടീ ആണ് കേട്ടോ. സംഭവം നമ്മുടെ കട്ടൻ ചായ തന്നെ, പക്ഷെ ആ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ 2 ചിക്കൻ ഡിഷാണ് ഓർഡർ ചെയ്തത്. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഫുഡിനൊപ്പം ഒരു ബാസ്ക്കറ്റ് ബ്രെഡ് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊണ്ടുതരാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലം കാണാനായിട്ട് വന്നു. ബസിലിക്ക സിസ്റ്റേൺ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ കയറാൻ നമുക്ക് ടിക്കറ്റ് വേണം. 900 ലിറയായിരുന്നു പെർ പേഴ്സൺ ചാർജ് ചെയ്തത്. 6th സെഞ്ച്വറിയിൽ റോമൻ ഭരണകാലത്ത് ഭൂമിക്ക് അടിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച
ഒന്നാണ് ഈ സിസ്റ്റേൺ. ലക്ഷക്കണക്കിന് ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്നത്. ആൻഡ് ഇവിടുന്നാണ് അത്ര തൊട്ടടുത്തുള്ള പാലസിലേക്കും മറ്റ് പരിസരങ്ങളിലേക്കും ഒക്കെ വെള്ളം സപ്ലൈ ചെയ്തിരുന്നത്. ഇന്ന് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് അവിടെ താഴെ അവർ പബ്ലിക്കിന് കാണാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളത്. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെല്ലാം അത്ഭുതകരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ബസിലിക്ക സിസ്റ്ററിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഹഗിയ സോഫിയയുടെ നേരെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം പോയത് ഹഗിയ സോഫിയ മോസ്ക് പോയി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്ലൂ മോസ്ക്. അതിൻ്റെ തന്നെ തൊട്ടടുത്താണ് ഇപ്പോൾ ലാസ്റ്റ് പോയ ബസിലിക്ക സിസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് മൂന്നും ഇന്ന് കവർ ചെയ്തു. കാരണം അത് സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ മൂന്നും ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും രാവിലെ വന്നില്ല, അതുപോലെ ട്രാം പിടിച്ചിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൺസെറ്റായി, ഏകദേശം 6 മണിയായി. മുഴുവൻ ഇരുട്ടായിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ്. ആളുവിനെ ഓൺ ദ വേ മറ്റേ കളിപ്പിക്കുന്ന ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെയും കൂടി കാണുകയാണെങ്കിൽ ഒരു ഐസ്ക്രീമും കൂടി മേടിച്ചിട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ.